ഇതൊക്കെ കാണാനാണോ ദൈവം എനിക്കിങ്ങനെ ആയുസ് നീട്ടി തന്നെ? അച്ഛാ, അതേ പ്രസവിച്ചിട്ടാ മാത്രം പോരാ. അച്ഛനമ്മമാരാകുമ്പോ മക്കളെ വളർത്താനും കൂടി പഠിക്കണം. ഇല്ലെങ്കിലേ മക്കൾ ഇതുപോലെ കുടിയനും റൗഡിയും ഒക്കെ ആവും. നിർത്ത, ഞങ്ങൾ അത്രക്കാരല്ലെന്ന് പറഞ്ഞു. എന്റെ അച്ഛനെ അപമാനിക്കരുത്. ഒരു നാൾ നിന്നെ പിടിച്ചതുപോലെ ലോക്കപ്പിലിട്ട് ഞാൻ. അത് അടുത്ത് തന്നെ നടക്കും. സർ, എന്റെ മോൻ ചെയ്ത തെറ്റിന് അവനോട് ക്ഷമിക്കണം സർ. അവനെ വെറുതെ വിടണം. അവനെ വിടാൻ പറ്റില്ല. കേസ് ഫയൽ ചെയ്തു, FIR കിട്ടു. ഇനി കോടതിയിൽ കാണാം. സച്ചി, സാറ് പറയുന്ന കേട്ടില്ലേ? സച്ചി തല്ലടാ, തല്ലി പൊളിക്ക്. സുധി, കുറെ സമയമായി അവൻ പറയുന്നു അവന്റെ അനിയൻ വന്ന് ആരെയും വെച്ചേക്കത്തില്ലെന്ന്. എങ്കിൽ വന്ന് തല്ലടാ, ഞങ്ങളെ തല്ലടാ. നീ റൗഡിയാണല്ലോ, എന്റെ ഷർട്ട് കയറി പിടിച്ചവനല്ലേ. നിന്റെ ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ തല്ലാൻ. തല്ലടാ സച്ചി, തല്ലി പൊളിക്കടാ എല്ലാത്തിനെയും. സുധി, മിണ്ടാണ്ടിരിക്കെ. ഞാൻ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം അവനോട് കാണിക്കരുതെന്ന്. അവൻ കുടിച്ചു വന്നത് ശരിയാ, പക്ഷെ അവൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അവനെ പിടിച്ച് അകത്തിട്ടത്? വാഴക്കടാ. ഒച്ച ഒച്ച നിന്നെ പിടിച്ച് അകത്തിടും, ഇവനെ പോലെ ഷർട്ട് അഴിപ്പിച്ചിട്ട്. സാർ, അവൻ എല്ലായ്പ്പോഴും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല. മനപ്രയാസം കാരണം കുടിച്ചതാ. ക്ഷമിക്കണം സാർ. അവനെ വെറുതെ വിടണം. അവനെ വെറുതെ വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് വിടാൻ പറ്റില്ല? വിടാൻ പറ്റാതിരിക്കാൻ മാത്രം കുറ്റമൊന്നും അവൻ ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് വിടവനെ. നീ എന്താടാ ഓർഡർ ഇടണോടാ? ഇവനെ വിട്ടില്ല നീ എന്ത് ചെയ്യും? അല്ല, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? വെളിയിൽ പോ, ഇല്ലെങ്കിൽ നീയും അകത്ത് കിടക്കും. സജി, നീ വിളിച്ചല്ലേ? അച്ഛാ, ഞാനെന്തിനു വെളിയിൽ പോണം? എന്നോടുള്ള ദേഷ്യത്തിന് എങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ പോ സച്ചി, ഞാനല്ലേ പറയുന്നേ. സച്ചി, വേണ്ട സച്ചി, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. വാ വാ, പ്ലീസ്. ചെല്ലുമനെ, ഞാനോട്ട് വരാം. ചെല്ല, മിണ്ടാതിരിക്കേ. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. സുധി വെറുതെ വിടണം സാർ. പ്ലീസ് സാർ. സാർ, അവനെ സാർ, എന്റെ മകനകത്ത് കിടക്കുന്നേ. അവൻ അങ്ങനെ കുടിച്ചു നടക്കുന്നവനല്ല, കുടിക്കാറില്ല. കുടുംബത്തില് ചെറിയൊരു പ്രശ്നം, ആ മനോവിഷമത്തിൽ കുടിച്ചതാ. അവൻ സ്വബോധമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച്. അവന്റെ പേരിൽ കേസെടുക്കരുത് സാർ. അവനെ വിടണം. അവന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. സാർ, പ്ലീസ് സാർ. അവന്റെ അച്ഛനാണ് ഞാൻ. ഇന്നേ വരെ അവന് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, വലിയൊരു ഷോറൂം നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാ സാർ ഇങ്ങനെ. ഇനി ഇത് ആവർത്തിക്കില്ല സാർ, ഞാൻ ഉറപ്പ് തരാം. അവനെ അരുൺ, അവനെ വിട്ടേക്ക്. സാർ, കേസെടുത്ത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റുമല്ലോ. ഒരച്ഛനും മക്കളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല. ഇങ്ങനെ കാണേണ്ടി വന്നതിന്റെ സങ്കടം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്.